മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഇവിടെ മോള് പറയുന്ന കണ്ണേട്ടനുണ്ടാവുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാനും അത് ഓർത്തു. സാധാരണ ഇവിടെ ഉണ്ടാവാറുള്ളതാ. ഇന്ന് എവിടെ പോയെന്ന് അറിയില്ല. അത് കഷ്ടമായല്ലോ. ഞാൻ എത്ര ദിവസമായി ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും തിരക്ക് വന്ന് കാണും. അതായിരിക്കും കാണാത്തത്. മോളുടെ ബസ് വരാറായില്ലേ? ഇപ്പൊ വരും. അച്ഛനിന്ന് എങ്ങനെയാ ഓഫീസിൽ പോകുന്നത്? സ്കൂട്ടർ നന്നാക്കി കിട്ടിയില്ലല്ലോ. ഇല്ല. ഇന്നേ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വരും കാറുമായിട്ട്. അയാളോട് വരാൻ പറഞ്ഞ സമയമായി. ഫ്രണ്ട് വരുമ്പോ അച്ഛൻ പൊക്കോ. ഞാൻ തനിച്ചു പോവാൻ പഠിച്ചില്ലേ. ഏതായാലും അയാൾ വരട്ടെ, എന്നിട്ട് നോക്കാം. അച്ഛൻ്റെ ഫ്രണ്ട് എത്തി. അലക്സേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? മോളുടെ ബസ് വന്നിട്ടില്ല. അയ്യോ ഹരി, നിന്നെ ഓഫീസിൽ വിട്ടിട്ട് വേണം എനിക്ക് ക്ലയന്റിനെ കാണാൻ. ഇപ്പൊ തന്നെ ലേറ്റായി. ശരി, ഞാൻ മോളോടൊന്ന് പറഞ്ഞിട്ട് വരാം. മോളെ, ആ അങ്കിളിന് ഒത്തിരി തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അച്ഛൻ പൊക്കോ. ബസ് വരുമ്പോ ഞാൻ പൊക്കോളാം. എന്നാ അച്ഛൻ പൊക്കോട്ടെ. സൂക്ഷിച്ചു നിൽക്കണേ. അച്ഛൻ ബസ്സിലെ ആന്റിയെ വിളിച്ച് പറഞ്ഞേക്കാം. അച്ഛൻ ടെൻഷൻ ആവാതെ. ശരി, അച്ഛൻ പോയിട്ട് വരാമേ. താമസിച്ചത്? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു മോളെ. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അച്ഛന് കണ്ണേട്ടനെ കാണായിരുന്നു. അച്ഛന് കണ്ണേട്ടനെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആണോ? അയ്യോ സാരമില്ല, ഇനി ഒരു ദിവസം പരിചയപ്പെടാം. കണ്ണേട്ടാ, ഞാൻ ഇന്നലെ അമ്മയെ സ്വപ്നം കണ്ടു. ഇന്നലെ അമ്മയെ എന്നെ സ്വപ്നത്തിൽ ഉറക്കിയത്. ആഹാ, അതാണല്ലേ ഇന്ന് ഇത്ര സന്തോഷം. അമ്മ വന്ന് മീരക്കുട്ടി ഉറക്കിയത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. നന്നായി ഉറങ്ങിയാലേ മനസ്സിനും ബുദ്ധിക്കും തെളിച്ചുണ്ടാവും. അപ്പോഴേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. അങ്ങനെ മീരക്കുട്ടി നന്നായി പഠിക്കാൻ വേണ്ടിയാ അമ്മ സ്വപ്നത്തിൽ വന്ന് ഉറക്കിയത്. ഞാൻ ഇനി പഠിച്ചോളാം. ബുക്കിലുള്ളത് മാത്രം പഠിച്ചാ പോരാ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപഠിക്കണം. എപ്പോഴും നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയുള്ളവർക്ക് അറിവ് എല്ലായിടത്തുനിന്നും വന്നു ചേരുമെന്നാ പറയുന്നത്. ശരിക്കും പഠിക്കേണ്ടത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനാ. സ്കൂളിൽ പഠിപ്പിക്കുന്നത് പഠിക്കുമ്പോ നല്ല മാർക്ക് കിട്ടും. ആ മാർക്ക് വാങ്ങി നല്ല മനുഷ്യനായി ജീവിക്കുമ്പോ നല്ല ജീവിതവും കിട്ടും. എനിക്ക് പഠിക്കാനുള്ളതെല്ലാം കണ്ണേട്ടൻ പറഞ്ഞു തന്നാ മതി. ഞാനത് പഠിച്ചോളാം. അങ്ങനെ എളുപ്പവഴി നോക്കണ്ട. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അത് ആരെങ്കിലും ചെയ്യുമെന്ന് കരുതി ഇരിക്കാനേ പാടില്ല. ചില ആളുകള് എല്ലാം ഭഗവാൻ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ കരുതി മടിയന്മാരായിരുന്ന അവരുടെ ജീവിതം എന്നും ദുരിതത്തിലായിരിക്കും. അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ സമയത്തും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു മടിയും വിചാരിക്കാതെ ചെയ്യണം. അത് ശരിയാ. പരീക്ഷയ്ക്ക് പഠിക്കാതെ ഭഗവാൻ പരീക്ഷയ്ക്ക് ജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കില്ലല്ലോ, അല്ല കണ്ണേട്ടാ? അതെ, മീരക്കുട്ടി മിടുക്കിയ. മോൾക്ക് പെട്ടെന്നെല്ലാം മനസ്സിലായല്ലോ. ഇന്നെങ്കിലും ഇവിടെ മോളുടെ കൂടെ നിന്നല്ലോ. കേറ് മോളെ.
മീരയും നിനക്കറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ടല്ല തന്നെ. ഇനിയൊരു വിവാഹമൊന്നും ചിന്തിക്കാൻ വയ്യ. അതെന്താ ശരിയാവാത്തത്? ഇപ്പൊ തന്നെ സൂരജിനെ നിനക്ക് മാനേജ് ചെയ്യാൻ പാടാണ്. ഒരച്ഛൻ അവനെ നിയന്ത്രിക്കാനില്ലെങ്കിൽ നാളെ അവന്റെ ജീവിതം കടിഞ്ഞാണില്ലാത്ത അവസ്ഥയിലായിരിക്കും. ഹരിയും ആദ്യം കല്യാണം വേണ്ടെന്ന് തന്നെയാ തീരുമാനിച്ചിരുന്നത്. പക്ഷെ മീരയുടെ കാര്യം വന്നപ്പോ ഹരിക്കും പറ്റുന്നില്ല. അമ്മ അവിടെ നിന്നപ്പോ ഹരിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതായതോടെ ഹരിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ആലോചിച്ചപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം വലിയ സഹായമാവാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതവും തരും. മീരയ്ക്കൊരമ്മയും സൂരജിനൊരച്ഛനെയും കിട്ടും. ഹരിക്കും മീരയ്ക്കും ഒരു ജീവിതവും ആവും. എന്റെ ജീവിതവുമായി ഒരു പരിധിവരെ ഞാൻ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു തന്നെ. അത് ശരിയാ, സമ്മതിച്ചു. പക്ഷെ കുറച്ചുകൂടി നല്ല ജീവിതം കിട്ടാൻ വഴിയുണ്ടെങ്കിൽ എന്തിനാ അത് വേണ്ടെന്ന് വയ്ക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. സന്ദീപിന്റെ അച്ഛൻ ഇപ്പൊ രാത്രിയിലും വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയില്ലേ? നിനക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അയാൾ അത്തരം കാര്യങ്ങൾ ചെയ്യൂ? അയാൾ ഇങ്ങനെ രാത്രിയിൽ ബഹളം വെക്കുന്നത് കണ്ട് മറ്റുള്ളവരും അങ്ങനെ തുടങ്ങിയാലോ? സൂരജ് വളർന്നു വരുന്ന കുട്ടിയാ. അവന്റെ മാനസികാവസ്ഥ തന്നെ വേറെ രീതിയിലാവാൻ ഇതൊക്കെ കാരണമായാലോ? അത് ശരിയാണ്. എന്നാലും എന്തെന്നാലും ജീവിതത്തിലെ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നത് അപൂർവ സന്ദർഭങ്ങളിലായിരിക്കും. ആ സമയത്ത് മടിച്ചു നിന്നാ നഷ്ടം നമുക്ക് മാത്ര. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ കല്യാണം കൊണ്ട് നിനക്ക് ഗുണമല്ലാതെ എന്തെങ്കിലും ദോഷം സംഭവിക്കാനുണ്ടോ? ദോഷമൊന്നുമില്ലെന്നാ തോന്നുന്നത്. ഹരി ഒരു പാവാ, നല്ല സ്വഭാവാ. മായയെ ഹരി പൊന്നു പോലെയാ നോക്കിയിരുന്നെ. ആ സ്ഥാനത്തേക്ക് നീ ചെല്ലുന്നേ. ഹരിയെ കൊണ്ട് നിനക്കൊരു ദോഷവും വരില്ല. പിന്നെ മീര, അതതിലും പാവാ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ വിവാഹത്തിന് സമ്മതിച്ച സന്ദീപേട്ടന്റെ അച്ഛനൊക്കെ അതൊരു പ്രശ്നമാക്കുമെന്നാ. എന്ത് പ്രശ്നമാക്കാൻ? ഭർത്താവ് മരിച്ച നീ ഇനി ജീവിതകാലം മുഴുവൻ വിധവയായി ജീവിക്കണോ? അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. ആരും പറയേയില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് കരുതി സ്വന്തം ജീവിതം നശിപ്പിക്കരുത് ബീനെ. നിനക്ക് എതിർപ്പില്ലെങ്കിൽ ഞങ്ങളിത് ഹരിയുമായി സംസാരിച്ച് ഉറപ്പിക്കാം. ധന്യ, എനിക്കൊന്ന് സൂരജിനോട് സംസാരിക്കണം. അതൊക്കെ നീ സംസാരിച്ചോ. സൂരജ് കൊച്ചല്ലേ. നിനക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിനക്കെതിർപ്പൊന്നുമില്ലല്ലോ? ഇല്ല. എനിക്കത് കേട്ടാ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി സാക്ഷികൾ ഒപ്പിട്ടോളൂ. ഇനി മാലയിടലുണ്ടെങ്കിൽ ആയിക്കോളൂ. വാ വാ വാ. ഇട്ടോളൂ. ഹരി തിരിച്ചു.
കാര്യങ്ങൾ കഴിഞ്ഞു. നവദമ്പതിമാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമല്ലോ അല്ലേ? വാ പോവാം. വാടാ, വാ വാ വാ. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. ധന്യേ, വേഗം വാ. മധുരം കഴിച്ച് ജീവിതം തുടങ്ങാം. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് പിടിക്കേ. ഇതാ പിടിക്കേ മക്കളെ. മക്കളെ, മീരമോളെ കഴിക്കേ. മോളിങ് വന്നേ. ഇനി മുതലേ ഇതാണ് മോളുടെ അമ്മ. അമ്മയുടെ പേര് മോൾക്കറിയോ? അറിയാം. എന്താ പറഞ്ഞേ? ബീനാമ്മ. മിടുക്കി മോനെ. ഇതാണ് പുതിയ അച്ഛൻ, പേര് ഹരി. ഞാൻ ഹരി അച്ഛാന്ന് വിളിക്കണം. ഇതല്ലേ ആന്റി പറയാൻ വരുന്നത്. ഇടം മിടുക്ക. കുട്ടികളൊന്നും നീ കരുതുന്ന പോലെ അല്ല, വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് വളരെ ശരിയാ. അടുത്ത തലമുറയുടെ മുന്നിലേ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കുവോ എന്തോ. നമ്മളെന്തിനാ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്? ഒഴുക്കിനൊത്ത് വെറുതെ അങ്ങ് പോയാ മതി അല്ലേ ഹരി? നിങ്ങൾ സംസാരിച്ചിരിക്കെ. നമുക്കുള്ള ഭക്ഷണം ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിരുന്നു. അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. അതെ, വരേണ്ട സമയവും സ്ഥലവും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാ ശരി, ആയിക്കോട്ടെ. ഞാനിപ്പോ വരാ. അതെ, മോള് ചെന്നേ. നല്ല ടെൻഷനുണ്ടല്ലേ? ആ ഉണ്ട്. ഞാനൊട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് സംഭവിച്ച പോലെ തോന്നുക. ജീവിതം അത്ര വലുതൊന്നും അല്ലല്ലോ ഹരി. ഉള്ള ജീവിതം എന്തിനാ വെറുതെ ലാഗിട്ട് നശിപ്പിക്കുന്നത്? ഇതിപ്പോ മോളെ നോക്കാൻ ഒരാളായെന്ന് വിചാരിച്ചാൽ മതി. ഹരിക്കിന് ജോലിക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാമല്ലോ. അത് ശരിയാണ്. ബീനയുടെ ജീവിതവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർക്കും ഈ ബന്ധം വലിയൊരു ആശ്വാസമായിരിക്കും. ഹരി, കൂടുതൽ ആലോചിച്ചു കൂട്ടി മനസ്സ് കാട് കയറരുത്. ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയ ജീവിതത്തിൻ്റെ ആരംഭം. മനസ്സിൽ തടസ്സമായി തോന്നുന്നതെല്ലാം തൽക്കാലം ഒരു വശത്തേക്ക് മാറ്റിവെക്കുക. ഇപ്പോൾ ഉള്ളതിനെ അംഗീകരിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഹരി, അത്രയേ ഉള്ളൂ. പാലെടുക്കാണോ? സൂരജിന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാല് കുടിക്കുന്ന ശീലമുണ്ട്. അപ്പൊ പിന്നെ മീരയ്ക്കും കൂടെ ഒരു ഗ്ലാസ് എടുത്തു.
മീര പാല് കുടിക്കാറില്ല. പിന്നെ കുറച്ചുനാള് നമുക്ക് 2 മുറികളിലായിട്ട് കിടക്കാം. വിവാഹം പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചതുകൊണ്ട് ഞാനൊട്ടും റെഡിയല്ലായിരുന്നു. എല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നവരെ. മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ കല്യാണം കഴിച്ചേ. ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? ഞാനും മാനസികമായിട്ട് ഒരു വിവാഹത്തിന് തയ്യാറെടുത്ത അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഹരിയേട്ടനോട് എങ്ങനെ പറയും എന്ന അവസ്ഥയിലായിരുന്നു ഞാനും. ഹരിയേട്ടൻ ഏത് റൂമിലാ കിടക്കുന്നതെന്ന് പറഞ്ഞാ ഞാനവിടെ ബെഡൊക്കെ വിരിച്ചു തരായിരുന്നു. അതൊക്കെ ഞാൻ വിരിച്ചായിരുന്നു. എന്നാ പിന്നെ സൂരജിന് പാലുകൊണ്ട് കൊടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേരെ നിക്കടാ. ഇട മക്കൾ 2 പേരും റെഡിയായോ? ബീനയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ്. ആ അതെ. ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ബീനയുടെ ആദ്യ ഭർത്താവിന്റെ അച്ഛനാ. നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാനൊരു യാത്രയിലായിരുന്നു. അതുകൊണ്ടാ അത് നടന്നതും. അകത്ത് കയറിയിരിക്കുക. ഞാൻ കുട്ടികളെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ചായ എടുക്ക. മോനെങ്കി വാടാ. ഓ അതങ്ങനെ തള്ളയുടെ ഇല്ലേ മോൻ? എന്താ പേര്? ഹരി. ഹരിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ട്. എങ്കി സൂക്ഷിച്ചോണം. മോളുവാ. നീ എന്താ വിചാരിച്ചേ? നീ കല്യാണം കഴിച്ചു പോയാ ഞാനെല്ലാം അതോടെ മറക്കുമെന്നോ? എനിക്ക് ജീവനുള്ളിടത്തോളം ഞാനെല്ലാം മറക്കുമെന്നോ നിന്നോട് ക്ഷമിക്കുമെന്നോ നീ കരുതണ്ട. എനിക്ക് കിട്ടാനുള്ള 10 ലക്ഷം കിട്ടാതെ ഞാൻ നിനക്ക് സമാധാനം തരുമെന്ന് നീ കരുതണ്ട. എന്റെ മകന്റെ ഇൻഷുറൻസിന്റെ പണം തന്നിട്ട് നീ ആരുടെ കൂടെ വേണേലും ജീവിച്ചോ, എനിക്കൊരു പരാതിയുമില്ല. അല്ലാതെ ആകാശം കൊണ്ട് വേറൊരുത്തന്റെ കൂടെ സുഖമായിട്ട് കഴിയാമെന്ന് നീ കരുതണ്ട. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഞാനും എന്റെ മകനും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അച്ഛാ. ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് തരാനുള്ളത് തന്നാ പിന്നെ നിനക്ക് എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവത്തില്ല. അതിന് എന്തെങ്കിലും കാശ് വേണ്ടേ? കാശൊക്കെ നീ എന്ത് ചെയ്ത്? ഞാനേ അതെന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക. അതെങ്ങനെ ശരിയാവും? എന്റെ മോന്റെ പണം നീ എങ്ങനെ വല്ലവനും എടുത്തു കൊടുക്കും? എനിക്കും എന്റെ മോനും ജീവിക്കണം. പൈസയൊക്കെ പിന്നെ ഉണ്ടാക്കാം. പക്ഷേ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കതിനുള്ള ശക്തിയും തന്റെ ഒന്നുമില്ല. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ കാല് പിടിച്ച് പറയുകയാണെന്ന് കരുതിക്കോളൂ. ഞങ്ങളെ ഉപദ്രവിക്കരുത്. എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്റെ മോന്റെ പണം എന്റെ പണം. അത് ഏതോ ഒരുത്ത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൻ പറട്ടെ. അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ കാശും തിരികെ വാങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അച്ഛാ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് വിരലിലുണ്ടാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എന്നാ എന്റെ കാശുതാ. ഞാൻ എങ്ങനെയെങ്കിലും പണം വാങ്ങിച്ചു തന്നോളാം. അച്ഛൻ തൽക്കാലം ഒന്ന് പോകാവോ?
ആ, ഇനിയും നീ പറഞ്ഞത് വിശ്വസിച്ചാലേ ഞാൻ മരമണ്ടനായി പോവും. അതിനെനിക്ക് മനസ്സില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അവൻ വരട്ടെ. ആ